ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ഫറാൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാണ്. ലൈക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മറ്റേ വ്ളോഗ് എന്തായാലും നമ്മളിടില്ല, കാരണം അപ്പോൾ അതുകൊണ്ട് ഇത് ആദിത്യ, നമ്മുടെ കോശീസിൽ ആർട്ടി പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഇത് അൻസല്ല, എക്സ് ഫർഹാൻ കോളേജിൻ്റെ ഫർഹാനിയൻ, ഞാനും എക്സ് കോശീസിയൻ. സോ നമുക്ക് എന്തായാലും കോളേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമോ. ബൈ. ബെല്ലൈക്കൺ കുത്തി പൊട്ടിച്ചോ. ശരി, ആണ് നമ്മുടെ ഫറാൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. സോ ബാക്കി കാര്യങ്ങളൊക്കെ ഗൈസ്, ഫോർത്ത് ഇയറിലുള്ള സ്നേഹ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കോളേജിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു. ഓക്കെ, ഞാനിവിടെ ഫോർത്ത് ഇയർ ആണ്. ഈ 4 ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഗേൾസ് ഓൺലി കോളേജാണ്. പക്ഷേ ആ ഗേൾസ് ഓൺലി കോളേജ് ആണെങ്കിലും നമുക്ക് ബോയ്സ് കോളേജിനേക്കാളും നല്ലൊരു ഫ്രീഡം കിട്ടാറുണ്ട്. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടേതായ ഒരു ഇക്വാലിറ്റി ഇവിടെ കാണാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും അവർ നമുക്ക് ടൈം കിട്ടുമ്പോൾ എല്ലാം നമുക്കത് പറഞ്ഞു തരാറുണ്ട്. ഫേവറേറ്റ് ടീച്ചർ ഏതാ? എന്റെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഫേവറേറ്റ് ആണ്. കാരണം അത്ര ഒരു ഫ്രീഡം തരുന്നത്. HODs ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് എത്ര ഫ്രണ്ട്ലി ആകാവോ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ. ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ടൈമിൽ വരും. അതുപോലെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് എല്ലാ പോർഷൻസും നമുക്ക് പഠിപ്പിച്ച് തരാറുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ എക്സ്ട്രാ ടൈം കിട്ടാറുണ്ട്. അത് വേറെ കോളേജിനെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടുമോന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. പിന്നെ ഇവിടുത്തെ മെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോകുന്നോണ്ട് സങ്കടമുണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കും ഞാനിവിടെ കോളേജ് മിസ് ചെയ്യും. കാരണം ഇവിടുത്തെ ആ ഒരു വൈബ് നമുക്കിനി കിട്ടാൻ പോകുമോ എനിക്കറിയില്ല. ഗേൾസ് ഓൺലി ആയതുകൊണ്ട് നമുക്ക് എന്ത് ഫ്രീഡം ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാം, ക്ലാസ്സിൽ പോലും സംസാരിക്കാം. ഇപ്പൊ ബോയ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടം ആണെങ്കിൽ പോലും കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട് എങ്കിൽ പോലും. പക്ഷെ നമ്മുടെ ക്ലാസ് ആകുമ്പോൾ നമുക്ക് എന്ത് സംസാരിക്കാം, എടാ പോടാ ബന്ധമാണ് ഞങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ. പിന്നെ ഇവിടെ മെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള മെസ്സാണ്. ബംഗാളീസിന് നേപ്പാളീസിന് അവരുടേതായ ഫുഡുണ്ട്, അടിപൊളി ഫുഡാണ്. പിന്നെ എന്താണ് പറയേണ്ടത്, ഓവറോൾ ഈ കോളേജ് ഒരു അടിപൊളി കോളേജാണ്. ഇതാണ് ഗൈസ് എൻട്രൻസ്, റിസപ്ഷൻ കാര്യങ്ങളൊക്കെ, ഇരിക്കാനുള്ള സെറ്റപ്പ്. ഇവിടെ മീനുണ്ടായിരുന്നു, ഇപ്പം ഇല്ല മീൻ. അതെ, ഇപ്പം ഇല്ല. ഫുൾ ഇങ്ങനെയുള്ളൊരു ആംബിയൻസ് ആണ്. ക്ലാസ് റൂം. ഇപ്പൊ തരാം. ഇവിടെ നമുക്ക് കിരീടമൊക്കെ. ഹോസ്റ്റൽ മുകളിലായതുകൊണ്ട് തന്നെ ഈ നെറ്റ് കിട്ടിയ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. കുട്ടികളെങ്ങാൻ എന്തെങ്കിലും അവസ്ഥയിലൊക്കെ ചാടുകയാണെങ്കിൽ അവരെ സേഫാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നെറ്റിൻ്റെ സെറ്റപ്പ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കോളേജുകളിൽ ഇങ്ങനെ നെറ്റൊക്കെ കെട്ടി സേഫാക്കിയിടും. അവിടെ കിടന്നോളും. കുട്ടികളുടെ ഫോണൊക്കെ കുത്തിച്ചേക്കുന്നു. ഇതെന്താന്ന് വെച്ചാല് കുട്ടികൾക്ക് വയ്യാണ്ടായ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണോ? മാത്രം നിൽക്കുന്ന ഈ കോളേജുകളിലെ എല്ലാ സ്റ്റെയറിന്റെ സൈഡിലും കണ്ണാടിയുണ്ട്. അത് നിങ്ങളെ കാണുന്നുണ്ടോ കണ്ണാടിയിൽ? ഇതൊന്ന് കയറി വരുമ്പോൾ ഇതാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഗൈസ്. ഓരോ നല്ല സൗകര്യം ഉണ്ടല്ലോ. പക്ഷേ ഇതാണ് ഹോൾ സെറ്റപ്പ്. പഠിക്കുന്ന കുട്ടികളെ കണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. അലാമൊക്കെ ഉണ്ട്. കണ്ണാടി ഒരു ക്യാമറ ഫേസ് ചെയ്യാൻ. പക്ഷെ ഇത് ഓപ്പൺ സ്പേസിലുള്ള ഒരു സ്റ്റഡി ടേബിൾ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തലയിൽ കയറൂലേ. സ്റ്റഡി ഓപ്പൺ സ്പേസിലുള്ളതുകൊണ്ട് അപ്പോൾ ഗൈസ്, കോളേജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇത് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ നാം ക്യാ ഭയ്യ?
ഗലീദ് എന്ന് പറഞ്ഞ ആളാണ്. പാവ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പയ്യാണ് കേട്ടോ. നമ്മളിവിടുത്തെ സെക്യൂരിറ്റി ആണ്. സോ അപ്പോൾ എന്തായാലും താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് അഡ്മിഷനായിട്ട്. അപ്പോൾ ശരി, ടാറ്റാ.